ഇന്ന് നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് സീരിയലാണ്, സിനിമയാണ്, സിനിമ പാട്ടുകളോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ പൈശാചിക ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാവുക? അതുകൊണ്ട് എല്ലാവിധ തെമ്മാടിത്തരങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് സഹോദരിമാര് അവരൊക്കെ റോൾ മോഡലാക്കുന്നത് സിനിമാ നടന്മാരെയല്ലേ, സിനിമാ നടികളെയല്ലേ? നമ്മുടെ റോൾ മോഡൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ? ആ ഹബീബായ നബി തങ്ങളെയല്ലയോ നമ്മൾ പിൻപറ്റേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ കാണിച്ചു തന്ന, ആ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ മൗലിദും അതുപോലെ തന്നെ സൂറത്ത് യാസീൻ പാരായണം അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. സൂറത്തുൽ വാഖിഅ, സൂറത്ത് യാസീൻ ഇതിലേക്ക് മഹത്വം ഒരുപാട് പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്ന മൊഴി. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്ന മൊഴി. ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണോ? കടങ്ങൾ മാറണോ? മനസ്സിന് സമാധാനം കിട്ടണോ? എല്ലാം മാറിയിട്ട് മനസ്സിന് സന്തോഷം കിട്ടണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതിയെന്ന മൊഴി. സൂറത്ത് യാസീൻ നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ വരുമ്പോ, നമ്മുടെ ഹൃദയത്തിൽ ടെൻഷൻ വരുമ്പോ സൂറത്ത് യാസീൻ ഓതുക. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് സമാധാനം തരുന്നതാ. ഇഖ്ലാസോടുകൂടെ ഓതണം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല മൗലിദ് ഓതുക. മൗലിദ് എന്ന് പറയുന്നത് കേവലം റബീഉൽ അവ്വലിലും അതുപോലെ തന്നെ റബീഉൽ ആഖിറിലും മാത്രമല്ല, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ട. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മൗലിദ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ ചുരുങ്ങിയത് ഒരു ഹദീസെങ്കിലും ഓതാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, റബീഉൽ ആഖിറിൽ എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ്. ബദരീങ്ങളുടെ കാവലുണ്ടാകുന്നതാണ്. ആ വീട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല. ആ വീട്ടിലെപ്പോഴും സന്തോഷമാണ്, റാഹത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വീട്ടിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ സൂറത്തുൽ വാഖിഅ ഓതുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഹബീബായ നബി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ
മഗ്രിബ് നിസ്കരിച്ചിട്ട് സൂറത്തുൽ വാഖിയ തുടരെ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തൻ അബദാ, അവർക്ക് പിന്നെ ഒരിക്കലും ദാരിദ്ര്യം വരില്ലെന്നാ, അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക, ജീവിതത്തിൽ നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കുക, തഖ്വയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുകയാ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിയായ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുക. ഇന്നല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഖബറിൽ പോയി കിടക്കേണ്ടവരല്ലേ. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ആരാരുമില്ലാത്ത 6 അടി മണ്ണിനുള്ളിൽ പോയി കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാരുമില്ലാത്ത ഖബറിൽ കിടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ ചാരം വന്ന് അല്ലാ, ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ ഉപ്പയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് ഉമ്മയാണ്, എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ, ഉപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടയോ പ്രിയപ്പെട്ടവരെ? നാളെ നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ ചാരം വന്ന് ഒരു ഫാത്തിഹ സൂറത്ത് ഓതി, യാസീൻ സൂറത്ത് ഓതി, ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയെങ്കിലും ഓതിയിട്ട് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടയോ? അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ വേണ്ടയോ? വേണ്ടേ? അങ്ങനത്തെ മക്കളെ വേണ്ടേ? വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടയോ? അതിനെന്ത് വേണം? ഇപ്പോൾ തന്നെ നമ്മുടെ മക്കളെ ദീനിയായ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുക, നല്ല മാർഗത്തിലേക്ക് അടുപ്പിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. നിസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മൾ കാഫിറ, പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, മരണം ഏത് സമയത്താണ് വരുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ ഒരു അപകട വാർത്ത ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദിന്റെ മകന്റെ കൂടെ പഠിക്കുന്ന ഒരു പൊന്നുമോൻ, ആ പൊന്നുമോൻ ഇന്ന് ആക്സിഡന്റിൽ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോവുകയാണ്. എൻ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എത്ര പെട്ടെന്നാണ് ഇവിടെ മറഞ്ഞു പോകുന്നത്. മനുഷ്യന്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ മരണവാർത്തകൾ കേൾക്കുന്നവർ നാം, പൊടുന്നനെയുള്ള അപകടം മരങ്ങൾ കാണുന്നവർ നാം, കേൾക്കുന്നവർ നാം. ഇന്നലെ നടന്നവൻ, ഇന്നലെ തോളിൽ കൈയിട്ട് നടന്നവൻ, ഇന്നലെ കളി തമാശകൾ പറഞ്ഞ് രസിച്ച് ചിരിച്ച് നടന്നവർ, ഇന്നവന്റെ മയ്യത്തിന് മുമ്പിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവർ നാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പരീക്ഷണത്തിന് പുറമെ മറ്റൊന്നെന്ന നിലയിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകും, ഞങ്ങളുടെ നാട്ടിലാണ് ആ സംഭവം നടന്നത്.
ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും 3 മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊടുത്ത 3 മക്കൾ, അതും തന്നെ 10 വർഷത്തിന് ശേഷം അല്ലാഹു കൊടുത്ത 3 മക്കൾ. 10 വർഷക്കാലം അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. 10 വർഷക്കാലം അവർ ദുആ ചെയ്ത് അവസാനം അല്ലാഹു തആല കൊടുത്ത 3 കൺമണികൾ, 2 ആൺമക്കളെയും 1 പെൺകുട്ടിയെയാണ് അല്ലാഹു കൊടുത്തത്. ഷാക്കിർ, ജുമാന, ജാസിം എന്നിങ്ങനെ 3 മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കണേ, ഈ 3 മക്കളെയും അല്ലാഹു അവർക്ക് ജീവിതത്തിൽ കൊടുത്തു. അതിൽ ഏറ്റവും ചെറിയ മകൻ ഒരു മുത്തഅല്ലിമും കൂടെയാ. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന പൊന്നുമോന ജാസിം എന്നാണ് പേര്. എന്റെ പ്രിയപ്പെട്ടവരെ ഈ 3 മക്കളും കൂടെ കുളിക്കാൻ ഭാരതപ്പുഴയിൽ ഇറങ്ങിയതാ. ഏറ്റവും മൂത്ത മകൻ ഷാക്കിർ എന്ന് പറയുന്ന കുട്ടിയാണ് ആദ്യം ഇറങ്ങിയത്. ഇവർ 2 പേരും കരയിലിരിക്കുകയായിരുന്നു. ആ ഷാക്കിർ എന്ന് പറയുന്ന പൊന്നുമോനെ കുളിക്കാൻ ഇറങ്ങി. ആ പൊന്നുമോന് നീന്തലറിയാം. അങ്ങനെ അതാ കുളിക്കാൻ ഇറങ്ങി. കുറച്ച് നീന്തിയപ്പോഴേക്കും അതാ താളം വിടുകയാണ്. അതാ എന്റെ പ്രിയപ്പെട്ടവരെ ആകെ അവതാളം തെറ്റുകയാണ്. അവസാനം അതാ പൊന്നുമോനെ നീന്താൻ കഴിയാതെ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുമ്പോ ഈ കേരളത്തിൽ വല്ലാത്തൊരു മഹാജലപ്രളയം നമ്മൾ കണ്ടുവല്ലോ. വല്ലാത്ത ജലപ്രളയം വന്നുവല്ലോ. ആ ജലപ്രളയം വന്നതിന് ശേഷം ആ ഭാഗത്ത് വലിയൊരു ആഴം തന്നെ ഉണ്ടായിട്ടുണ്ട്, വലിയൊരു കുഴി തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ മക്കൾക്കറിയില്ലല്ലോ. അതാ മൂത്ത മകൻ ഷാക്കിർ എന്ന് പറയുന്ന കുട്ടി നീന്താൻ അറിയാവുന്ന പൊന്നുമോനാ. കുറച്ചങ്ങ് നീന്തിയപ്പോഴേക്കും അതാ അപകടത്തിൽ പെടുകയാ. കരയിലിരുന്നത് കാണുകയാണ് പ്രിയപ്പെട്ട അനിയൻ ജാസിമും അതേപോലെ തന്നെ കൊച്ചനുജത്തി ജുമാന എന്ന് പറയുന്ന പെൺകുട്ടിയും. അവർ 2 പേരും ഈ രംഗം ഇങ്ങനെ കാണുമ്പോ, ഒരു ജ്യേഷ്ഠൻ അപകടത്തിൽ പെടുന്നത് കാണുമ്പോ, പ്രിയപ്പെട്ട സഹോദരൻ അപകടത്തിൽ പെടുന്നത് കാണുമ്പോ, ഏത് സഹോദരനാണ് സഹോദരിക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഏത് അനിയത്തിക്കാണ് അനിയന്മാർക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? അപകടത്തിൽ പെടുന്നത് കാണുമ്പോ, പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അപകടത്തിൽ പെടുന്നത് കാണുമ്പോ അതാ അനിയനും അനിയത്തിയും കൂടെ ഓടി ചെല്ലുകയാ രക്ഷപ്പെടുത്താൻ വേണ്ടി. പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ, പ്രിയപ്പെട്ട ഇക്കയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ 2 മക്കൾ, അവർ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ 2 മക്കളും അപകടത്തിൽ പെടുകയാ. അല്ലാഹുവിന്റെ പരീക്ഷണം, അല്ലാഹുവിന്റെ വിധി, അതിനെ തടുക്കാൻ ഒരാൾക്കും ആവില്ലല്ലോ. നീന്തൽ അറിഞ്ഞിട്ട് കാര്യമെന്ത്? അല്ലാഹുവിന്റെ വിധി വന്നാൽ എത്ര നീന്തൽ അറിഞ്ഞിട്ട് കാര്യമെന്ത് സഹോദരാ? അതാ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ, പ്രിയപ്പെട്ട ഇക്കാക്കെ രക്ഷിക്കാൻ ഇറങ്ങിയ 2 മക്കളും അതാ അപകടത്തിൽ പെടുകയാ. അവരും പൊന്തുകയാ, അപകടത്തിൽ പെടുകയാ. ആ സമയത്ത് അവരെ രക്ഷിക്കാൻ ഇറങ്ങിയ എന്റെ പ്രിയപ്പെട്ടവരെ നിലവിളിച്ചപ്പോ, ആ 3 മക്കളും നിലവിളിച്ചപ്പോ, ഒരേ സമയത്ത് ആ ഭാരതപ്പുഴയിൽ നിന്ന് അവർ നിലവിളിച്ചപ്പോ അവിടെ കുറച്ച് ചെറുപ്പക്കാര് കളിക്കുന്നുണ്ടായിരുന്നു. അവർ വന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും ഇല്ല, അവർക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമായില്ല. അല്ലാഹുവിന്റെ വിധി വന്നണഞ്ഞു. ആ 3 മക്കളും ആ ഭാരതപ്പുഴയിൽ ഒരേ സമയത്തതായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാ. അല്ലാഹു ജീവിതത്തിൽ കൊടുത്ത 3 മക്കൾ ഒരേ സമയത്ത് ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോ എത്രയാണ് അവരുടെ വിഷമം സഹോദരങ്ങളെ. ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ജാസിം, ആ ചെറിയ കുട്ടി ജാസിം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുത്തഅല്ലിമായ ജാസിം, അല്ലാഹുവിനെ പഠിക്കുന്ന മുത്തഅല്ലിമായ പൊന്നു
ജാസിം എന്നെ കാണുമ്പോഴൊക്കെ എന്റെ അടുത്തേക്ക് വന്ന് പറയാറുണ്ട്. ഞാനും ആ മകൻ തമ്മിൽ വല്ലാത്ത ബന്ധമായിരുന്നു. ആ മകൻ എന്നെ കാണുമ്പോഴൊക്കെ എന്റെ അടുക്കലേക്ക് വന്ന് പറയാറുണ്ട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഈ ജാസിമിന് വേണ്ടി ദുആ ചെയ്യണേ. ഖുർആൻ പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഹിഫ്ളാക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. ഹാഫിളാകാൻ ദുആ ചെയ്യണേ, ഹാഫിളാകാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പൊന്മോൻ ജാസിം, ആ ജാസിം ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ അവരെ ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖുർആനെ സ്നേഹിച്ച് ജീവിച്ച, ഖുർആനെ വല്ലാതെ ഇഷ്ടപ്പെട്ട പൊന്നുമോൻ എന്ന് മാത്രമല്ല, ഖുർആൻ പഠിക്കാനും വലിയ ആലിമാകാനും മുഹറവിയായ ആലിമാകാനും വല്ലാത്ത താല്പര്യം കാണിച്ച പൊന്നുമോൻ ജാസിം, ആ 3 മക്കളും, ആ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും 3 മക്കൾ ഖബറിലാണ്. സഹോദരിമാരെ, ആ പ്രിയപ്പെട്ട ഉപ്പ, ഈ സംഭവം നടക്കുമ്പോ, ഈ അപകടം നടക്കുമ്പോ, ഈ പ്രിയപ്പെട്ട മക്കളുടെ ഉപ്പ വിദേശ രാജ്യത്താണ്, അങ്ങകലെ ഗൾഫിലാണ്. പ്രിയപ്പെട്ട ഉപ്പയും അവിടുത്തെ സഹോദരന്മാരും എല്ലാവരും ഗൾഫിലാണ്. ഉമ്മ മാത്രമാണ് ഇവിടെയുള്ളത്. ഈ അപകടം നടക്കുമ്പോ പ്രിയപ്പെട്ട നാട്ടിലില്ല. അവസാനം പ്രിയപ്പെട്ട ഉപ്പയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഉമ്മാക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ട ഉമ്മാക്ക് വല്ലാത്ത അസുഖമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പ്രിയപ്പെട്ട ഉപ്പയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രിയപ്പെട്ട ഉമ്മാക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് ആ ഉപ്പാനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് ചെന്ന് നോക്കും. യാ അല്ലാഹ്, വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ ഉപ്പ കാണുന്നത് അല്ലാഹു തനിക്ക് കൊടുത്ത 3 മക്കളും വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തായി കിടക്കുന്ന അവസ്ഥയാ. അല്ലാഹു ജീവിതത്തിൽ കൊടുത്ത 3 മക്കളും മയ്യത്തായി കിടക്കുന്ന ആ ഒരു അവസ്ഥ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഏതുപ്പക്കാണ്, ഏത് ഉമ്മാക്കാണ് താങ്ങാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ഉപ്പ, ആ മക്കളുടെ പ്രിയപ്പെട്ട ഉപ്പ അങ്ങനെ മരിച്ചിട്ട് ഒരുപാട് മഹാന്മാരും ആലിമീങ്ങളും ഒക്കെ വീട്ടിൽ വന്നിരുന്നു. ഇവിടെ ചെന്നപ്പോ ആ പ്രിയപ്പെട്ട ഉപ്പ എന്നെ പിടിച്ച് കരയുകയാ. എന്നെ പിടിച്ച് കരഞ്ഞുകൊണ്ട് ഉപ്പ പറയാ, മോനെ, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാസിയില്ലല്ലോ, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ 3 മക്കളില്ലല്ലോ, അവര് 3 പേരും ഖബറിലല്ലേ, ഇനി ഞങ്ങൾക്ക് ആരാടുള്ളത്? അതുകൊണ്ട് പൊന്നു മോനെ, എന്നെ പിടിച്ചിട്ട ഉപ്പ പറയാ, ഇടക്കിടക്കൊക്കെ ഈ വീട്ടിലൊന്ന് വരണേ പൊന്നു മോനെ. ഇതൊക്കെ പറയുമ്പോ ആ ഉപ്പയുടെ മനസ്സ് എത്രമാത്രമാണ് വേദനിച്ചതെന്നറിയോ സഹോദരങ്ങളെ, സഹോദരിമാരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ധാരാളം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാ. പരീക്ഷണത്തിൽ തളരരുത്, പരീക്ഷണത്തിൽ പതറരുത്. എത്ര വലിയ പരീക്ഷ വന്നാലും ക്ഷമിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ പോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ്, അൽഹംദുലില്ലാഹ്, മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഈ ആണ്ട് നേർച്ച എല്ലാ വർഷവും മുടങ്ങാതെ യാതൊരുവിധ തടസ്സവുമില്ലാതെ അൽഹംദുലില്ലാഹ് ഇത് വളരെ റാഹത്തായി നടന്നുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ ഇതിനെ വിമർശന കണ്ണുകളോട് വല്ലാത്ത ശത്രുതയോടെ നോക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ ഇതിനെ വല്ലാതെ വിമർശിക്കുന്നവരുണ്ട്, വല്ലാത്ത ശത്രുത വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ, നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നവർക്ക്, നന്മകൾ
ധാരാളമായി ചെയ്യുന്നവർക്ക് ശത്രുക്കൾ അധികരിക്കുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അദ്ദേഹം ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ് അദ്ദേഹം ഒറ്റയ്ക്ക് അൽഹംദുലില്ലാഹ് കാണുന്ന വളരെ മനോഹരമായ ഈ പള്ളി ഇവിടെ നിർമ്മിച്ചു. അതൊക്കെ അദ്ദേഹത്തിന്റെ ചിലവ് മാത്രമാണ്, അതല്ലാതെ വേറൊരാളും അതിലില്ല. അദ്ദേഹത്തിന്റെ ചിലവിൽ നിർമ്മിച്ച ഈ മനോഹരമായ ഈ മസ്ജിദ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊരു വഖഫ് ചെയ്ത പള്ളിയാ. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതാണ്. അതിൽ മുസ്ലിമീങ്ങൾക്ക് വന്ന് നിസ്കരിക്കാറുള്ളതാണ്, മുസ്ലിം സഹോദരങ്ങൾക്ക് വന്ന് നിസ്കരിക്കാറുള്ളതാ. അതിവിടെ വഖഫ് ചെയ്യപ്പെട്ടതാണ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് മുത്തബിഉസ് സുന്ന, ഹബീബായ നബി തങ്ങളുടെ ജീവിതം അതേപോലെ മാതൃകയാക്കി ജീവിക്കുന്ന മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് വഖഫ് ചെയ്ത പള്ളിയാണിത്. മസ്ജിദുൽ ഹുദ എന്ന് പേരിട്ട പള്ളിയാണിത്. എന്നിട്ട് ഈ പള്ളിയെ എത്രയോ ആളുകൾ വിമർശിച്ചവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മസ്ജിദുൽ ഹുദ എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനമായി ഈ പള്ളിയെ വഖഫ് ചെയ്ത ഈ പള്ളിയെ ഇബ്ലീസിന്റെ പള്ളി എന്ന് പറഞ്ഞ് വിമർശിച്ച എത്രയോ ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ പള്ളിയാണിതെന്ന് പറഞ്ഞ് വിമർശിച്ചവരെ പഠിച്ചുകൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാ ആഖിബത്ത് നന്നാവുക? അവർക്ക് അല്ലാഹു നരകമല്ലേ കൊടുക്കുക? അല്ലാഹുവിന്റെ പള്ളിയെ ഇബ്ലീസിന്റെ പള്ളി എന്ന് പറയാൻ മാത്രം ആർക്കാണ് ധൈര്യം? അങ്ങനെ പറയുന്നവർ നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു സംശയവുമില്ല. വല്ലാഹി വല്ലാഹി ഉറപ്പിച്ച് പറയുകയാ, ഈ സദസ്സിൽ വെച്ച് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിനെ ശത്രുത വെച്ചിട്ട് എന്ത് കാര്യമാണ് നമുക്ക് കിട്ടാനുള്ളത്? ഇല്ല, ഇല്ല, ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. ഇബ്ലീസിന്റെ പള്ളി എന്ന് പറയുമ്പോ, ഇബ്ലീസിന്റെ പള്ളിയാണെന്നൊക്കെ പറയുമ്പോ അവരൊക്കെ എത്രമാത്രം മതപ്പതിച്ചു പോയവരാ, അവരൊക്കെ എത്രമാത്രം മതപ്പതിച്ചു പോയവരാ. അവരോടൊക്കെ ഒന്ന് പറയാനുള്ളൂ, നിങ്ങൾക്ക് അല്ലാഹു തരുന്നത് നരകം മാത്രമാ. എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, നല്ലവരായ നാട്ടുകാരായി നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടതാ. ഈ പള്ളിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത് ഇബ്ലീസിന്റെ പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് അല്ലാഹുവിന്റെ പള്ളിയാ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദിന് വലിയൊരു അനുഗ്രഹം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ചിലവിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയാണ്. ഇബ്ലീസിന്റെ പള്ളി എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നരകമാണ്. സംശയിക്കണ്ട എന്റെ പ്രിയപ്പെട്ടവർ, അവരുടെ ആഖിബത്ത് മോശമായി പോകുന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരോട് എത്ര ശത്രുത വെച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെയുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ് നമുക്കറിയാം, മഹാനവറുകൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുമായി ആത്മീയപരമായി വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തോട് കളിക്കാൻ നിൽക്കണ, അദ്ദേഹത്തോട് ശത്രുത വെച്ചിട്ട് ഒരു കാര്യവുമില്ല, അദ്ദേഹത്തോട് ശത്രുത വെച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ശത്രുത വെച്ചാലും, എത്ര ആക്ഷേപിച്ചാലും, എത്ര പരിഹസിച്ചാലും അല്ലാഹു അവരെ ഏറ്റെടുക്കുന്നതാ, അല്ലാഹു അവരെ ഉയർത്തുന്നതാണ്. അല്ലാഹു അവരെ തടയുകയില്ല, അല്ലാഹു അവരെ തളർത്തുകയില്ല, അല്ലാഹു അവരെ നിസ്സാരപ്പെടുത്തുകയില്ല. അവരൊക്കെ ഹൃദയത്തിൽ ഒരുപാട് സങ്കടങ്ങളുമായി, ഹൃദയത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി നടക്കുകയാ. ഉള്ളിൽ കരഞ്ഞ് പുറത്ത് പുതിരിച്ച് കാണിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ് എത്രയോ വിഷമങ്ങളുണ്ട്, എത്രയോ പ്രയാസങ്ങളുണ്ട്. എല്ലാം അല്ലാഹുവിനോട് പറയുകയാ. അദ്ദേഹം
അദ്ദേഹം ഇതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നടക്കുകയാ. അതല്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ മഅസ്വാബിരീൻ. സഹോദരാ, അല്ലാഹു ക്ഷമിക്കുന്നവരോടുകൂടെയാ, അല്ലാഹു ക്ഷമിക്കുന്നവരോടുകൂടെയാ. ആര് എന്ത് പറഞ്ഞാലും ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും അല്ലാഹു അവരെ ഉയർത്തുക തന്നെ ചെയ്യുന്നതാ. അതിന്റെ അടയാളമല്ലേ ഈ കാണുന്നത്. അവരാര് തട്ടാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവരുടെ കറാമത്ത് വളരെ വലുതാ. അവരുടെ കറാമത്ത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ പരിപാടിയൊക്കെ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആലയുടെ കറാമത്താണ് ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് ആര് ശത്രുത വെച്ചിട്ടും കാര്യമില്ല, ആക്ഷേപിച്ചിട്ടും കാര്യമില്ല. അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതാണ്, അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതാണ്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ കൽപ്പനക്ക് എതിര് കാണിക്കുന്നവർ, പടച്ച റബ്ബിന്റെ കൽപ്പനക്ക് എതിര് കാണിക്കുന്നവർ കരുതിയിരുന്നു കൊള്ളുക. അല്ലാഹുവിന്റെ മഹാന്മാർ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ പരിഹസിക്കുന്നവർ, അവരോട് ശത്രുത വെക്കുന്നവർ, അവരെ ആക്ഷേപിക്കുന്നവർ, അല്ലാഹുവിന്റെ മഹാന്മാർ, അല്ലാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ പരിഹസിക്കുന്നവർ, അൻതുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അവർക്ക് വലിയ ഒരു മുസീബത്ത് തന്നെ വരാനിരിക്കുന്നുണ്ട്, അവർക്ക് വലിയൊരു അദാബ് തന്നെ ഇറങ്ങാനിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതല്ലാഹു ഏറ്റെടുത്ത പരിപാടിയാ, ഇതല്ലാഹു ഏറ്റെടുത്ത പരിപാടിയാ. ഈ കാണുന്നത് മുഴുവനും മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്താണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആണ്ട് നേർച്ച അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും ഇവിടെ നടത്താറുണ്ട്. ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ്, അദ്ദേഹം മഹാനവറുകളുമായി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുമായി ആത്മീയപരമായി വലിയ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് അവരോട് കളിക്കണ്ട, അവരോട് കളിക്കണ്ട, അവരോട് കളിക്കാൻ നിൽക്കണ്ട. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തവരാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുമായി ഇത്രയേറെ ബന്ധമുള്ള വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ്. അല്ലാഹുവേ, അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കണേ തമ്പുരാനെ. അവരെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അവരെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്. അവരെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഹിദായത്തിലാക്കണേ അല്ലാഹ്, ഹിദായത്തിലാക്കണേ അല്ലാഹ്. ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. അതുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ നമുക്ക് കഴിയണ്ട്. അല്ലാഹുവേ, വല്ലാത്ത ആഗ്രഹമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് അല്ലാഹ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സത്യസന്ധതയോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗാംഭീര്യമോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൂക്ഷ്മതയോ, അലി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനമോ ഞങ്ങൾക്കില്ല. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്,
അവസാന നാളിലെ ഹതഭാഗ്യരാണ് ഞങ്ങൾ, അവസാന നാളിലെ ഹതഭാഗ്യരാണ് ഞങ്ങൾ. 1400 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് നാട് വിട്ടിറങ്ങിപ്പോയ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ എൻ്റെ ഹബീബ് വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഈ ഉമറിന്റെ വാൾത്തുമ്പിൽ പിടയുമെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ എൻ്റെ ഹബീബിനെ ഒരു നിമിഷത്തേക്ക് പോലും തള്ളി പറയാൻ ഞാനൊരുക്കമല്ല എന്ന് പറഞ്ഞൊരു ധീര യോദ്ധാവിനെ പോലെ അല്ലാഹുവിന്റെ റസൂലിനെ സലാം പറഞ്ഞ് ഒരു ധീര യോദ്ധാവിനെ പോലെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദിയ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നക്ഷത്ര തുല്യരായ സ്വഹാബത്തിനെ പോലെ അതേപോലെ തന്നെ മദീനയുടെ മടിത്തട്ടിൽ മണവാളനെ പോലെ കിടന്നുറങ്ങുന്ന അങ്ങയുടെ കാവലാളാകാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയെ കുറിച്ച് പാടി പുകഴ്ത്താൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ പദവിയോ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹുവിന്റെ പവറോ ഞങ്ങൾക്കില്ല. യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തി എന്ന മഹാഭാഗ്യം മനസ്സിൽ മായാതെ മറയാതെ വെച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ചോരയായ ജീവൻ തുടിപ്പായ കരളിന്റെ കാതലായ മുത്തളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹബീബായ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിലേക്ക് മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. بحق النبي المصطفى محمد بحق النبي المصطفى محمد صلى الله عليه وسلم.